നമസ്കാരം. നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് പിന്നാലെ. നമ്മുടെ എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്ന്. സാധാരണഗതിയിൽ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവും ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മളൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ, അതായത് നമ്മുടെ രാജ്യത്തേക്ക് കടന്നാക്രമിക്കാൻ വന്ന രാജ്യത്തിൻ്റെ എത്ര വിമാനങ്ങൾ നമ്മൾ തകർത്തു എന്നുള്ളതാണ് സ്വാഭാവികമായും ഏതൊരു ഇന്ത്യൻ പൗരനും അറിയാൻ താല്പര്യമുള്ള കാര്യം. അവരത് തന്നെയാണ് ചോദിക്കേണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ എത്ര വിമാനം നഷ്ടമായി എന്നുള്ളതായിരുന്നു നിരന്തരമായ ചോദ്യം. ഏതായാലും നമ്മുടെ വിമാനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിരുന്നു. ഒപ്പം ഇന്ന് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗ് തന്നെ കൃത്യമായി ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പാകിസ്ഥാൻ്റെ 6 വിമാനങ്ങൾ തകർത്തു എന്ന്. ഇതിൽ 5 എണ്ണം യുദ്ധവിമാനങ്ങളാണ്. മറ്റൊന്ന് അവാക്സ് വിമാനമാണ്. അവാക്സ് എന്ന് പറയുമ്പോൾ സാധാരണ ഈ മുന്നറിയിപ്പ് നൽകാനൊക്കെ വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ഒരു യുദ്ധവിമാനമല്ല, അത്തരത്തിലുള്ളൊരു വിമാനം. അങ്ങനെ 6 വിമാനങ്ങൾ നമ്മൾ തകർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രസക്തിയുള്ളതാണെന്ന് തോന്നുന്നു. ഇവയെല്ലാം തന്നെ തകർത്തത് ഇന്ത്യയുടെ S-400 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എന്നും, നമുക്ക് റഷ്യ തന്ന ഏറ്റവും അതിനൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 നമ്മൾ ഈ പാകിസ്ഥാൻ്റെ വിമാനങ്ങളെ നേരിടുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നേട്ടമാണ് നമുക്കവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ്റെ വിമാനങ്ങളും ഡ്രോണുകളും എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നതിൽ റഷ്യൻ നിർമ്മിത മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 വലിയൊരു പങ്ക് തന്നെയാണ് വഹിച്ചത്. മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് വല്ലാത്തൊരു ഭീതി അവരെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇപ്പോൾ അമേരിക്കയെ കൂട്ടുപിടിക്കാൻ നടക്കുകയാണ് അവർ വീണ്ടും. പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീർ ഇപ്പോൾ 2ാം തവണ വീണ്ടും അമേരിക്കയിലേക്ക് പോകാൻ കച്ചകെട്ടിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്ത ഇന്ത്യയോട് പകരം വീട്ടാനുള്ള ഒരു അവസരമായി ഒരുപക്ഷെ ഈ പാകിസ്ഥാൻ സൗഹൃദം ഉപയോഗിക്കുന്നു. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹം അവിടെയും ഒരു കച്ചവട കണ്ണ് വെച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഭാവിയിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള പെട്രോളിയം നിക്ഷേപം എല്ലാം തന്നെ അവർ എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ട്രംപിൻ്റെ കുടുംബവകയായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി സംവിധാനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിൽ വ്യാപകമായി ഉപയോഗിക്കാൻ അവിടെ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ഏതായാലും പാകിസ്ഥാനിലെ സൈനിക മേധാവി 2ാം തവണയും അമേരിക്ക സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം ആ രാജ്യത്തെ പ്രസിഡന്റ് ആകുമോ എന്ന് പോലും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, പാകിസ്ഥാനിൽ എപ്പോഴും രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടുത്തെ സൈനിക മേധാവി ഒരു ഘട്ടം കഴിയുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ച് ജയിലിട്ടതിന് ശേഷം അധികാരമേൽക്കുന്നതും പ്രസിഡന്റ് ആവുന്നതും അവിടെ സ്ഥിരം പതിവാണ്. ഏതായാലും പാകിസ്ഥാന് സംഭവിച്ച പോലെ ഒന്നും തന്നെ നമുക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് നമ്മുടെ വ്യോമസേന മേധാവി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ത്യ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമസേനാ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളും VVIPകൾക്ക് സഞ്ചരിക്കാനുള്ള വിമാനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള വ്യോമസേനാ താവളങ്ങൾ വരെ ഇന്ത്യ ആക്രമിച്ചിരുന്നു. ഒരുപക്ഷെ അവിടെയും നിരവധി വിമാനങ്ങൾ തകർക്കപ്പെട്ടേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. നമ്മളെല്ലാവരും ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. പാകിസ്ഥാനിലെ അവരുടെ വ്യോമസേനാ താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ മിസൈൽ സംവിധാനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ച കാര്യം. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ആർക്കും മനസ്സിലാകാത്ത ഒരു പ്രഹേളികയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പൊളിഞ്ഞ സാമ്പത്തിക അവസ്ഥയാണ്, അല്ലെങ്കിൽ തകർന്നു പോയ ഡിമോളിഷ് ചെയ്യപ്പെട്ട സാമ്പത്തിക ഇക്കണോമിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ന്യായീകരിക്കുക, അതിനെ അംഗീകരിക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ് പ്രതിപക്ഷ നേതാവ് കാട്ടിയത്. ഇതൊക്കെ തന്നെ വ്യാപകമായ തോതിലുള്ള രോഷത്തിന്, ജനരോഷത്തിന് കാരണമായി എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ നിലപാടിൽ അദ്ദേഹം മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ തന്നെ ഇന്ത്യ ലോകത്തെ വലിയൊരു ശക്തി തന്നെയാണ് എന്ന് എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, പാകിസ്ഥാൻ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമപാത അടച്ചതോടുകൂടി 100 കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത് എന്നും. പാകിസ്ഥാൻ സ്വതവേ താർന്നു തരിപ്പണമായ ഒരു സാമ്പത്തിക അവസ്ഥയുള്ള രാജ്യമാണ്. ഇതുകൂടി ആകുമ്പോഴത്തേക്കും പാകിസ്ഥാൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ട്രംപിൻ്റെ കാലിൽ വീണ് എങ്ങനെയെങ്കിലും തങ്ങളെ സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായി ഇപ്പോൾ എന്ത് ട്രംപ് പറഞ്ഞാലും അതെല്ലാം ഞങ്ങൾ അനുസരിച്ച് കൊള്ളാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരുടെയും മുന്നിൽ കീഴടങ്ങുന്ന ഒരു പ്രശ്നവുമില്ല എന്ന് കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യയുടെ അന്തസ്സും അഭിമാനമല്ല ആർക്കെങ്കിലും മുന്നിൽ കൊണ്ട് അടിയറ വയ്ക്കാനുള്ളതല്ല എന്ന രീതിയിൽ തന്നെയാണ് വ്യക്തമായി
പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, ഒരുപക്ഷെ എനിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ നമ്മുടെ നിലപാടുമായി മുന്നോട്ട് പോകും. അതുതന്നെയാണ് ഇന്ന് വ്യോമസേന മേധാവി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, ബാംഗ്ലൂരിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടത്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്ത്യ നേടിയതെന്താണ്, പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങളെല്ലാം നമ്മൾ തകർത്ത് തരിപ്പണമാക്കി, നമ്മൾ വിജയതിലകം ചൂടി എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ തോര ദിനം പാടാൻ ഒരുങ്ങിയ പാകിസ്ഥാൻ അമേരിക്കയുടെ കാലിൽ വീണ് ട്രംപ് അതിൽ അനാവശ്യമായ ഇടപെടൽ നടത്തിയില്ലായിരുന്നെങ്കിൽ നമുക്കൊരു വിജയപ്രഖ്യാപനം തന്നെ നടത്താമായിരുന്നു. പക്ഷേ ട്രംപ് ആകട്ടെ പാകിസ്ഥാനെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ആയിരിക്കാം അനാവശ്യമായി ഇടപെട്ട് താനാണ് ഇതെല്ലാം ഒത്തുതീർപ്പാക്കിയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി എല്ലാം ഒത്തുതീർപ്പായി എന്നുള്ളൊരു പ്രഖ്യാപനം ആദ്യം കയറി നടത്തിയത്. ഏതായാലും നമ്മുടെ വ്യോമസേന മേധാവി നടത്തിയ ഈ ഒരു വെളിപ്പെടുത്തൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു മുതിർന്ന സൈനിക മേധാവി ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ആദ്യമായിട്ടായിരിക്കാം ഇത്രയും കൃത്യതയോടുകൂടി കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദികൾ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. അതൊരു വലിയ വിജയം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഇനി ആർക്കും തർക്കവുമില്ല. ഇനി നമ്മൾ പാകിസ്ഥാൻ്റെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ അതിന് തെളിവ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മളൊരു വലിയ സൈനിക ശക്തി തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഏതായാലും രാഹുൽ ഗാന്ധി ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമാകും എന്ന് തന്നെ നമുക്ക് കരുതാം.